എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഓണം സീരീസിൻ്റെ മറ്റൊരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ സദ്യവട്ടങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത പ്രധാനപ്പെട്ട വിഭവങ്ങളിൽ ഒന്നായ കൂട്ടുകറിയാണ്. കൂട്ടുകറി തന്നെ നമ്മൾ പലതരത്തിൽ തയ്യാറാക്കാറുണ്ട്. ഇപ്പം ഈ ഒരു തിരുവനന്തപുരം ഭാഗങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ കല്യാണ സദ്യ ആണെങ്കിലും ഏതൊരു സദ്യക്കാണെങ്കിലും മസ്റ്റായിട്ട് തയ്യാറാക്കുന്ന ഒരു കൂട്ടുകറിയാണ് വടക്കൂട്ടുകറി. അതുപോലെ തന്നെ നമ്മൾ വടക്കോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ചേന, കായ, അതുപോലെ തന്നെ കടല ഇതൊക്കെ വെച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു കൂട്ടുകറിയാണ് തയ്യാറാക്കുന്നത്. അപ്പം ഇന്ന് ഞാൻ നമ്മുടെ തിരുവനന്തപുരം സ്പെഷ്യൽ ആയിട്ടുള്ള വടയിട്ട കൂട്ടുകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാറ്ററിംഗ് സദ്യയിലൊക്കെ വിളമ്പുന്ന അതേ രുചിയിലും മണത്തിലും നമുക്ക് ഈ ഒരു കൂട്ടുകറി തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പം എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് റെസിപ്പീസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വടക്കൂട്ടുകറി തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചട്ടിയെല്ലാം നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. സൺഫ്ലവർ ഓയിലോ മറ്റു ഓയിലോ ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കാറ്ററിംഗ് സദ്യയിലൊക്കെ വിളമ്പുന്ന ആ ഒരു ടേസ്റ്റോ മണമോ ഒന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക. എണ്ണയെല്ലാം നല്ലപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഞാനിപ്പോൾ ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള ഈ ഒരു വലിപ്പത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു വലിയൊരു ഉരുളക്കിഴങ്ങ് ഈ ഒരു വലിപ്പത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ തൊണ്ടൻ മുളകാണ്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ നമ്മുടെ അവിയലിൻ്റെ റെസിപ്പിയിൽ പറഞ്ഞ പോലെ തന്നെയാണ്. ഇതിപ്പോൾ എവിടെയൊക്കെ നമുക്കിത് അവൈലബിൾ ആണെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആണെങ്കിൽ ചേർത്ത് കൊടുക്കുക. അല്ലാന്ന് വരികിൽ നമ്മുടെ സാധാരണ പച്ചമുളക് ഒരു 2-3 എരിവിനനുസരിച്ച് ഒരു 2-3 പച്ചമുളക് നെടുകെ കീറിയത് ഇട്ട് കൊടുത്താലും മതിയാകും. ഇനി ഇതെല്ലാം കൂടി ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. നമ്മുടെ ആ ഒരു വെളിച്ചെണ്ണ എല്ലാം കഷ്ണങ്ങളിലൊക്കെ നല്ലപോലെ പിടിച്ചു വരണം. അപ്പം ഇത് ഏകദേശം ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഒരു 1.25 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റി നമ്മുടെ ആ ഒരു പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. ഞാനിപ്പോൾ ഇവിടെ തീയെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പൊടികൾ ചേർക്കുന്ന സമയത്ത് തന്നെ തീയെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ലോ ഫ്ലെയിമിൽ തന്നെ നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു കഷ്ണങ്ങളെല്ലാം നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ കഷ്ണങ്ങളെല്ലാം വേവിക്കാൻ പോകുന്നത് തേങ്ങാപ്പാലിലാണ്. അതായത് തേങ്ങയുടെ 2ാം പാലിലാണ് കഷ്ണങ്ങളെല്ലാം വേവിച്ചെടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്നും 1.5 കപ്പ് 2ാം പാലും 1/2 കപ്പ് 1ാം പാലും ഞാനിവിടെ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് കഷ്ണങ്ങളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലിൽ വേവിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു കഷ്ണങ്ങൾക്കൊക്കെ നല്ല രുചിയൊക്കെ ആയിരിക്കും. നമ്മൾ ഈ ഒരു കാറ്ററിംഗ് സദ്യകളിലൊക്കെ കഴിച്ചിട്ടുള്ള ആ ഒരു സെയിം രുചി തന്നെ ആയിരിക്കും ഈ ഒരു കൂട്ടുകറിക്ക്. അപ്പോൾ ഈ ഒരു ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാൽ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർ തേങ്ങാപ്പാലിൻ്റെ പൊടി വെച്ചിട്ടും തയ്യാറാക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുവാണെന്ന് വരികിൽ ഒരു 2.5 ടേബിൾ സ്പൂൺ പൊടിയിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി 1ാം പാലാണെന്ന് വരികിൽ ഇതേപോലെ സെയിം ഒരു 2-2.5 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങാപ്പൊടി എടുത്ത് 1/2 കപ്പ് വെള്ളത്തിൽ കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു കഷ്ണങ്ങളുടെ അതായത് ഉരുളക്കിഴങ്ങിൻ്റെ വേവിനനുസരിച്ച് കുറച്ച് തേങ്ങാപ്പാൽ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ ആ ഒരു കഷ്ണങ്ങളുടെ വേവിനനുസരിച്ചിരിക്കും. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് തേങ്ങാപ്പാലിലാണ് ഇത് വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കഷ്ണങ്ങളെല്ലാം ഒന്ന് വെന്ത് വരുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു കറിക്ക് വേണ്ട വട തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് ഉഴുന്ന് നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു 2 മണിക്കൂർ ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് മാറ്റി ഒരു അരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കണം. നമ്മുടെ ഉഴുന്നിലുള്ള വെള്ളമെല്ലാം നല്ലപോലെ ഒന്ന് വാർന്നു പോകണം. ഇനി ഇതിപ്പോൾ ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് 2 പാർട്ടായിട്ടാണ് അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ പാർട്ട് ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് അരച്ചു കൊണ്ടുവരാം. വെള്ളം ഒന്നും ഒഴിക്കാണ്ട് ഒന്ന് അരച്ചു കൊണ്ടുവരാം. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്.
ഇനിയിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലൊക്കെ സൈഡിൽ പറ്റി പിടിച്ചിരിക്കുന്നതെല്ലാം ഒന്ന് ഇതുപോലെ വഴിച്ച് ഇട്ട് കൊടുക്കണം. ഒരു സ്പൂൺ എന്തെങ്കിലും ഉപയോഗിച്ച് ഒന്ന് വഴിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഉഴുന്നിൻ്റെ തരി ഒന്നും ഉണ്ടാവാൻ പാടില്ല, അല്ലാണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കിത് അരച്ചെടുക്കണം. അപ്പം ഞാൻ ഇതെല്ലാം ഇവിടെ നിന്ന് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഫ്ലഫി ആയിട്ടിരിക്കണം. ഉഴുന്നിൻ്റെ തരിയൊന്നും ഒട്ടും തന്നെ ഇല്ല. ഇതിപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവാണ്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഉഴുന്നും കൂടി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ വടയ്ക്ക് വേണ്ടുന്ന ഉഴുന്നുമാവെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കൈകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ എത്രത്തോളം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നോ അതിനനുസരിച്ചിട്ട് വട നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. എനിക്കിപ്പോൾ ഇത് കൈകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വരികിൽ ഒരു വിസ്ക് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതിയാകും. മാക്സിമം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉഴുന്നുമാവൊന്ന് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വരണം. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ളൊരു പാകം എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഉഴുന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് വട ഉണ്ടാക്കാനുള്ള എണ്ണ ഞാനിവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണയെല്ലാം നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വട തയ്യാറാക്കിയെടുക്കാം. നമ്മൾ സാധാരണ ഉഴുന്നുവട ഉണ്ടാക്കുന്ന പോലെയല്ല, നമുക്കിത് വന്നിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ എത്രത്തോളം കുഞ്ഞു ബോൾസ് ഉണ്ടാക്കാമോ അത്രത്തോളം ചെറുതായിട്ട് ഉണ്ടാക്കിയെടുക്കുക. കാരണം നമ്മളിത് കറിയിലേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഗ്രേവി എല്ലാം കൂടെ ഒന്ന് വടയിൽ പിടിച്ച് വടയൊന്ന് ചെറുതായിട്ടൊന്ന് വീർത്ത് വരും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എത്രത്തോളം കുഞ്ഞായിട്ട് ഉണ്ടാക്കുന്നോ അത്രയും നല്ലതായിരിക്കും. ഞാൻ ഇപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് കേട്ടോ ഇതെല്ലാം തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് വെറുതെ കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. നമ്മൾ സാധാരണ ഉഴുന്നോടെ കഴിക്കുന്നതിനെക്കാട്ടിലും ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ ബോൾസ് ആക്കി ഉണ്ടാക്കി കഴിക്കുന്നത് നല്ല രസമാണ് കഴിക്കാനായിട്ടൊക്കെ. പിന്നെ നമ്മുടെ ചാനലിൽ സദ്യവട്ടങ്ങളുടെ റെസിപ്പീസൊക്കെ ഇതിനു മുൻപ് കുറച്ചൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലോ കാർട്ടിലോ ഒക്കെ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. തുടക്കക്കാർക്ക് പോലും വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന സദ്യ ഐറ്റംസ് ഒക്കെയാണ്. ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും പറഞ്ഞു തരുന്നത് തുടക്കക്കാരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഉപകാരമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞു പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കാൻ ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതാണ്. തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയുന്നത്. അപ്പോൾ നമ്മുടെ വടയെല്ലാം ഇവിടെ ഒരു സൈഡ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ബാച്ച് വടയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി വടയും കൂടി ഒന്ന് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ വടക്കൂട്ടുകറിക്ക് വേണ്ടിയിട്ടുള്ള വടയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ കൂട്ടുകറിയും ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. കഷ്ണങ്ങളെല്ലാം നല്ലപോലെ വെന്ത് തേങ്ങാപ്പാലെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന അരക്കപ്പ് ഒന്നാം പാലും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തേങ്ങാപ്പാൽ തിളയ്ക്കാൻ അനുവദിക്കരുത്. അതിന് മുൻപ് തന്നെ സ്റ്റവ് ഓഫാക്കുക. തേങ്ങാപ്പാലെല്ലാം ഒന്ന് ചൂടായി വന്നാൽ മതി. അപ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഓഫാക്കണം. പിന്നെ ഈ ഒരു ഗ്രേവി നമുക്ക് ആവശ്യമാണ്. കാരണം നമ്മൾ ഇതിലേക്ക് വട ഇട്ട് കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഒന്ന് തിക്കായി വരും. നമ്മുടെ ആ ഒരു ഗ്രേവി എല്ലാം വടയിൽ പിടിച്ച് വടയെല്ലാം ചെറുതായിട്ടൊന്ന് വീർത്ത് വരും. ആ സമയത്ത് തന്നെ നമ്മുടെ കൂട്ടുകറി നല്ലപോലെ ഒന്ന് കട്ടിയായിട്ട് വരും. ഞാനിപ്പോൾ ഇവിടെ ഫ്ലെയിം ഓഫാക്കി കഴിഞ്ഞു. തേങ്ങാപ്പാലെല്ലാം നല്ലപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ വടയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇത് അടുപ്പിൽ നിന്ന് മാറ്റുകയാണ്. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് താളിച്ച് ചേർക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു കറിക്ക് മൊത്തത്തിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം നല്ലപോലെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇത് വന്നിട്ട് നമ്മുടെ കൂട്ടുകറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കൂട്ടുകറിയെല്ലാം ഇപ്പം തന്നെ അത്യാവശ്യം നന്നായിട്ടൊന്ന് തിക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കുറച്ച് സമയം കൂടി കഴിയുമ്പോഴത്തേക്കും നല്ലപോലെ തിക്കായിട്ട് വരും. നമ്മുടെ ആ ഒരു ഗ്രേവി തേങ്ങാപ്പാലൊക്കെ നമ്മുടെ വടയിൽ പിടിച്ച് വടയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു കറി വന്നിട്ട് നമുക്ക് സദ്യക്ക് വിളമ്പാൻ മാത്രമല്ല കേട്ടോ, അല്ലാണ്ട് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ പ്രത്യേകിച്ച് സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു കറി കൊണ്ട് മാത്രം നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള
വടക്കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു റെസിപ്പീസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ ആ ഒരു ബെൽ ബട്ടനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ആക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. അടുത്ത നല്ലൊരു ഓണസദ്യ റെസിപ്പിയായിട്ട് കാണുന്നത് വരേക്കും ടേക്ക് കെയർ. ബൈ.